ആരോഗ്യപദം പരിപാടിയുടെ അടുത്ത എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് ഗവൺമെൻറ് ഹോമിയോ മെഡിക്കൽ കോളേജിലെ പ്രൊഫസറായ ഡോക്ടർ സൂസൻ ജോൺ ആണ്. ഡോക്ടർ, ഇതിലേക്ക് സ്വാഗതം. നമുക്ക് ഈ ഹോമിയോപ്പതി അല്ലെങ്കിൽ ഹോമിയോ മെഡിസിൻ്റെ ഒറിജിനെ കുറിച്ച് പറയാമോ? ഹോമിയോപ്പതി വൈദ്യശാസ്ത്രം എന്ന് പറഞ്ഞാൽ, ഹോമിയോപ്പതി എന്ന് പറഞ്ഞാൽ അതൊരു ഗ്രീക്ക് പദമാണ്. ഹോമിയോസ് ആൻഡ് പതോസ് എന്ന് പറയും. സിമിലർ സഫറിങ്, അത്രയേ ഉള്ളൂ ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ ഇതിനെ കണ്ടെത്തിയത് ഒരു ജർമ്മൻ ഫിസിഷ്യനായ ഡോക്ടർ സാമുവൽ ഹനിമാൻ ആണ്. അദ്ദേഹം ഒരു അലോപ്പതി ഡോക്ടറായിരുന്നു. അപ്പോൾ അലോപ്പതി ഡോക്ടറായി അലോപ്പതി ചികിത്സാ ശാസ്ത്രം താൻ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പല രീതിയിലുള്ള അന്നത്തെ ചികിത്സാ രീതിയിൽ അസംതൃപ്തി ഉണ്ടായിട്ട് അദ്ദേഹത്തിന്റെ ഗവേഷണത്തിലൂടെ കണ്ടെത്തിയതാണ് ഹോമിയോപ്പതി ചികിത്സാ ശാസ്ത്രം. അപ്പോൾ ഒരു മനുഷ്യന്റെ ബുദ്ധിയിൽ തന്നെ ഇത്രയും വലിയ ഒരു ശാസ്ത്രത്തെ കെട്ടിപ്പടുക്കാൻ പറ്റുന്ന ആലോചനകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്കൊരു ചിന്തിക്കാം. കാരണം ഇതിനകത്ത് ധാരാളം തത്വങ്ങളും തത്വസംഹിതകളുമുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് വിട്ടുമാറിയ സമയത്ത് ഏകദേശം 13ഓളം ലാംഗ്വേജസിൽ നൈപുണ്യമുള്ള ആളായിരുന്നു ഡോക്ടർ സാമുവൽ ഹനിമാൻ. അതായത് സ്റ്റുഡന്റ് ലൈഫ് തൊട്ട് 13 ലാംഗ്വേജസ്, ഗ്രീക്ക്, ലാറ്റിൻ. അപ്പോൾ പുള്ളി ചെയ്തിരുന്ന പരിഭാഷപ്പെടുത്തിയിരുന്നു പുസ്തകങ്ങൾ. ജർമ്മൻ, ഫ്രം ഇംഗ്ലീഷ് ടു ജർമ്മൻ, ഫ്രം ലാറ്റിൻ ടു ജർമ്മൻ, ഫ്രം ഗ്രീക്ക് ടു ജർമ്മൻ. അപ്പോൾ കൂടുതലും ചെയ്തിട്ടുള്ളത് മെഡിക്കൽ പുസ്തകങ്ങളായിരുന്നു. അപ്പോൾ പല അന്നത്തെ ഫിഷുഗരന്മാരും നോട്ടീസ് ചെയ്തിരുന്ന പല സംഭവങ്ങളും പുള്ളിയുടെ മനസ്സിൽ ഈ ട്രാൻസ്ലേഷൻസിന്റെ ഇടയിൽ തങ്ങി നിന്നു. അപ്പൊ പുള്ളിയെ ഒരു ഇഗ്നൈറ്റ് ചെയ്ത സംഭവങ്ങളായിരുന്നു. പിന്നെ പുള്ളി ഇതിനൊരു വൈദ്യശാസ്ത്രമായിട്ട് രൂപപ്പെടുത്തി എടുത്തപ്പോൾ എല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ട് ഒരു സിസ്റ്റം ഉണ്ടായി. അങ്ങനെയാണ് ഹോമിയോപ്പതി കണ്ടെത്താനും കാരണം. ഒരു 1790 ഒരു ട്രാൻസ്ലേഷൻ ഫ്രം ഇംഗ്ലീഷ് ടു ജർമ്മൻ ചെയ്യാണ്. ഒരു കലൻസ് മെഡ്രമെഡിക്ക എന്നതിന് ചെയ്യുമ്പോൾ സിങ്കോണ എന്ന പ്ലാന്റിന്റെ ടോണിക് ഇഫക്റ്റ് ആണ് സിങ്കോണയെ ക്യൂർ ചെയ്യുന്നതെന്ന ഒരു വാചകം കണ്ടു. അപ്പൊ അതാണോ എന്നറിയാൻ പുള്ളി തനിയെ സിങ്കോണ പല ആവർത്തി പല ദിവസങ്ങൾ കഴിച്ചപ്പോൾ ഈ ഇന്റർമിറ്റന്റ് ഫീവർ, നമുക്കിപ്പോൾ ഇവിടെയൊക്കെ അറിയാവുന്ന തന്നെ ഇന്റർമിറ്റന്റ് ഫീവറിന്റെ അതേ സിംറ്റംസ് പുള്ളിയിലുണ്ടായി. അതാണ് പുള്ളി ആദ്യം സ്ട്രൈക്ക് ചെയ്ത സംഗതി. അപ്പൊ ഇത് ഉണ്ടാകുമ്പോൾ ഈ ട്രാൻസ്ലേഷനിലൂടെ കിട്ടിയ പല ജ്ഞാനങ്ങളും, ഇപ്പോൾ നമ്മളിപ്പോൾ പറയുമല്ലോ ഹിപ്പോക്രൈറ്റ്സ് ആണ് ഫാദർ ഓഫ് മെഡിസിൻ. അപ്പൊ ഹിപ്പോക്രൈറ്റ്സിനെ പറ്റി പ്രത്യേകിച്ച് പറഞ്ഞാൽ ഒബ്സർവ് ദ നേച്ചർ എന്നാണ് ഹിപ്പോക്രൈറ്റ്സ് പറയുന്നത്. ആ ഹിപ്പോക്രൈറ്റ്സ് തന്നെ പ്രകൃതിയെ നോക്കൂന്ന് പറഞ്ഞിട്ട് 2 തത്വങ്ങൾ ഹിപ്പോക്രൈറ്റ്സ് തന്നെ പറഞ്ഞു. സിമിലിയ സിമിലിബസും കോൺട്രേറിയ കോൺട്രാറിസും. സിമിലിയ എന്ന് പറഞ്ഞാൽ സമാനമായവ കൊണ്ട് സമാനമായവയെ ചികിത്സിക്കുക, മറ്റത് വ്യത്യസ്തമായവ. അപ്പോൾ ഗാലൻ വന്നപ്പോൾ, അതായത് ആന്റിപ്പതി, അതിന്റെ ഒരു ഫാദർ എന്ന് പറയാം, ഈ കോൺട്രേറിയെ ഡെവലപ്പ് ചെയ്തു. ഹനുമാനാണ് തിരിച്ച് സിമിലിയ സിമിലിബസ്. അപ്പൊ ഈ ട്രാൻസ്ലേറ്ററി വർക്ക്സ് ലൈക്ക് യുവേഴ്സ് ലൈക്സ്, അപ്പൊ ഈ ട്രാൻസ്ലേറ്ററി വർക്ക്സിലൂടെ കിട്ടിയ ഒരു ഇൻസൈറ്റ് അവിടെ കിടപ്പുണ്ട്. പിന്നെ അതിനുശേഷം ഈ ട്രാൻസ്ലേഷൻ കലൻസ് മെഡ്രമെഡിക്ക ചെയ്യുമ്പോൾ സ്വന്തം എക്സ്പീരിയൻസിൽ അത് സത്യമാണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് അത് ഫോം ചെയ്യുന്നത്. പിന്നെ പ്രിൻസിപ്പിൾസ്, തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം പ്രകൃതി തത്വങ്ങൾക്ക് അധിഷ്ഠിതമാണ്. അതാണ് ഇതിന്റെ വ്യത്യാസം. ഒന്ന് സിമിലിബസ്, സമാനമായവ കൊണ്ട് സമാനമായവയെ ചികിത്സിക്കുക. രണ്ടാമത് ഒരു സമയം ഒരു മരുന്ന്, ഒറ്റ മരുന്ന്. അപ്പോൾ അതേ കൊടുക്കാവൂ. കാരണം ഒരു ശരീരത്തിന് അതിൻ്റെതായ ആക്ഷൻ മാത്രം അനുഭവിക്കാനായിട്ട് പാകപ്പെടുത്തി ഒരു മരുന്നിനെ നൽകുക. മൂന്നാമത് വളരെ മിനിമം ഡോസ്. അതാണ് ഹോമിയോപ്പതിയുടെ ശ്രേഷ്ഠത. കാരണം അത് മിനിമം ഡോസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പല വിമർശനങ്ങളും ഉണ്ട്. അതിനകത്ത് ഡോസ് ഇല്ല, പ്ലാസിബോ ഇഫക്റ്റ് പലതും കേൾക്കുന്നുണ്ടല്ലോ. പക്ഷേ ശാസ്ത്രം വളരുന്നതനുസരിച്ച് ഹോമിയോപ്പതിയുടെ പൊട്ടൻറ്റൈസ്ഡ് മെഡിസിൻ്റെ കൂടുതൽ അളവിലും കണികകൾ ഉണ്ടെന്ന് കണ്ടെത്തി വരികയാണ്, നാനോ പാർട്ടിക്കിൾസ്. അപ്പം നാനോ ടെക്നോളജിയുടെ ഡെവലപ്മെന്റ് ഒരു പരിധിവരെ ഹോമിയോപ്പതിയുടെ മൈന്യൂട്ടസ്റ്റ് ആയിട്ടുള്ള ഡോസസിൽ മെഡിസിനൽ പാർട്ട് ഉണ്ടെന്ന് കണ്ടെത്തി വരികയാണ്. അപ്പോൾ കൂടുതൽ അതിനകത്തുള്ള എവല്യൂഷൻ അനുസരിച്ച് അത് മനസ്സിലാവും. അപ്പോൾ ഒരു മരുന്ന് സമാനമായവ വളരെ മിനിമം ആയിട്ടുള്ള ഡോസിൽ. പിന്നെ മെയിൻ പ്രിൻസിപ്പിൾസ്. പിന്നെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ അവരുടെ ശാരീരിക, മാനസിക, ആത്മീയമായ എല്ലാ കാര്യാദികളെയും അപഗ്രഥിച്ചു കൊണ്ടാണ് മരുന്ന് നൽകുന്നത്. ഒരു ചികിത്സിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചും ആ ഒരു അവയവത്തെ മാത്രം കേന്ദ്രീകരിക്കാതെ ആ വ്യക്തിയിലുള്ള മാനസികവും ആത്മീയവും ശാരീരികവും എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചികിത്സാ രീതിയെ നിശ്ചയിക്കുക. അതാണ് ഹോമിയോപ്പതിയുടെ ശ്രേഷ്ഠത. ഏതൊക്കെ കണ്ടീഷൻസിനാണ് ഹോമിയോപ്പതി അഡ്വൈസബിൾ ആയിട്ടുള്ളത്? അതായത് ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ധാരാളം കണ്ടീഷൻസ് പറയാനായിട്ട് സാധിക്കും. ഒന്ന്, സാധാരണ ഇപ്പോൾ എല്ലാ ആൾക്കാർക്കും അറിയാം, കുട്ടികൾക്കുള്ള ചികിത്സ ഹോമിയോപ്പതി വളരെ എഫക്റ്റീവാണ്.
അത് പറഞ്ഞാൽ കുട്ടികളിൽ പല രീതിയിൽ നമുക്ക് ആ കണ്ടീഷൻസിന് തിരിക്കാം. പെട്ടെന്ന് ഇപ്പോൾ വരുന്ന ഇമ്മ്യൂണിറ്റി പോയി അക്യൂട്ടായിട്ട് റിക്കറൻറ്റ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് വരാം. അപ്പോൾ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന മരുന്നുകൾ ധാരാളമുണ്ട്. അത് വളരെ ഫലപ്രദമാണ്. പിന്നെ വേറൊന്നുള്ളത്, ഇപ്പോൾ ഒരു കുട്ടി അതിനെന്തെങ്കിലും ഒരു വൈകല്യങ്ങൾ ഉണ്ടാകാം, മാനസികമായോ ശാരീരികമായോ ജന്മനാ വൈകല്യങ്ങൾ ഉണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ തന്നെ അതിനെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ എന്ന് പറയും. അപ്പോൾ ആ കുഞ്ഞ് ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയങ്ങൾക്കനുസൃതമായിട്ട് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മരുന്നുകൾ കൂടെ കൊടുക്കുമ്പോൾ ഈ ഒരു പരിധി വരെ ഒക്കെ ഈ വൈകല്യങ്ങൾ മാറ്റി ഒരു നോർമലാക്കാനായിട്ട് പറ്റും. അതാണ് ഒരു പീഡിയാട്രിക്കിലുള്ള സ്കോപ്പ്. രണ്ടാമത് തന്നെ ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെ എടുക്കാം ജെറിയാട്രിക്കിൽ ഇപ്പോൾ നല്ല സ്കോപ്പുള്ളൊരു ഫീൽഡാണ്. അത് കാരണം അതിൽ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. മെഡിക്കേഷൻസ് വളരെ കുറവ്, നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി സൈഡ് ഇഫക്ട്സ് ഇല്ല, ഡോസ് വളരെ കുറവ്. അവർക്കിപ്പോൾ കാണുന്ന ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അതാണ് മെയിൻ അനുഭവിക്കുന്ന പ്രശ്നം. പിന്നെ റിക്കറൻ്റ് ആയിട്ട് അവർക്ക് ഇൻഫെക്ഷൻസ് വരാതെ അവരെ നോക്കുക, അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഉള്ള സമയത്ത് ഇതൊക്കെ അവരുടെ ബ്ലഡ് പ്രഷർ, ഷുഗർ അതെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണ്, അണ്ടർ ഇൻസുലിൻ തെറാപ്പി ആയിരിക്കും, അല്ലെങ്കിൽ ഹൈപ്പോഗ്ലൈസീമിക് ഏജൻസ് എടുക്കുന്ന ഒരു പേഷ്യൻ്റ് ആകാം. പക്ഷെ ഒരിക്കലും സഡൻ വിഡ്രോവലായിട്ട് ഞങ്ങൾ അഡ്വൈസ് ചെയ്യാറില്ല. കാരണം ഒരു ഡെഫിഷ്യൻ്റ്, ഇപ്പോൾ ഹോമിയോപ്പതിയുടെ തത്വത്തിൽ തന്നെ ഒരു കാര്യം, നമുക്ക് ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ അത് നമ്മൾ സപ്ലൈ ചെയ്യുക, അതൊരു ഡെഫിഷ്യൻസി നമ്മൾ കറക്റ്റ് ചെയ്യണം. ഇപ്പം ഇൻസുലിൻ ഡെഫിഷ്യൻ്റ് ആണ്, അപ്പോൾ അവിടെ ഒന്നും. പിന്നെ ഇൻ കേസ് ഡയബറ്റീസ് പേഷ്യൻ്റ് ആണ്, മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു, ആ പേഷ്യൻറ്റിന് അലോങ് വിത്ത് ദാറ്റ് യു ക്യാൻ ടേക്ക് ഹോമിയോ ട്രീറ്റ്മെൻറ്റ്. അവിടെ തന്നെ പറയും നമുക്ക് രണ്ട് രീതിയിൽ ഇതിനെ ചിന്തിക്കാം, ആസ് എ സ്റ്റാൻഡ് അലോൺ ട്രീറ്റ്മെൻറ്റ് ഓർ ആഡ് ഓൺ തെറാപ്പി. ഓക്കെ, ഒരു തനിയെ മാത്രം. ഇപ്പോൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കേസ് പേഷ്യൻറ്റിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മളത് തന്നെ മാനേജ് ചെയ്യുന്നു. ഇറ്റ്സ് മാനേജബിൾ. അവരുടെ ക്വാളിറ്റിയാണ്, അവരുടെ ഡിഫോമിറ്റീസ് പോകുന്നത് കുറയ്ക്കും. അപ്പോൾ എന്താ, ഒരു 70 വയസ്സായ ഒരു അമ്മയ്ക്ക് ഒരു നന്നായിട്ടും വേദനയും എല്ലാം കുറഞ്ഞ് നീരൊക്കെ ഇല്ലാതെ നടന്ന് അവരുടേതായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതിന് വളരെ സംഗതിയാണ്. അങ്ങനെ ഒരു 80 ഇയേഴ്സ് വരെ കൊണ്ടുപോയാൽ 85+ ആകുമ്പോൾ വെരി ഓൾഡിലോട്ട് പേഷ്യൻ്റ് പോകും. അപ്പോൾ അവർ ബെഡ് റിഡൺ ആകാതെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇറ്റ്സ് എ ഗ്രേറ്റ് സ്കോപ്പാണ്. അതവര് ഈ ക്രോണിക് ഡിസീസസ് ലൈക്ക് മൈഗ്രെയിൻ, അലർജി അതിനൊക്കെ ഒരു വളരെ മരുന്നുണ്ട്. മൈഗ്രെയിന് അവൈലബിൾ ആണ്. മൈഗ്രെയിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ കോളേജ് ധാരാളം കേസസ് വരുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ ജീറിയാട്രിക്സ് അതേമാതിരി അവിടെ ഒരു സ്പെഷ്യൽ OP തന്നെ ഉണ്ട്. അതിനകത്ത് ഇഷ്ടമാതിരി കേസസ് വരുന്നുണ്ട്. ധാരാളം പേർക്ക് അതിൽ നിന്ന് ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടാകുന്നുണ്ട്. ഡോക്ടർ സാമുവൽ ഹനിമാൻ ഒരു മെഡിസിൻ കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഡയറ്റ് ആൻഡ് റെജിമൻ ഇൻ ക്രോണിക് ഡിസീസ് എന്ന് പറഞ്ഞ ഒരു പേഷ്യൻ്റ് ഫോളോ ചെയ്യേണ്ട, അല്ലെങ്കിൽ ഒരു വ്യക്തി ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതിന് സംക്ഷിപ്തമായിട്ട് പറഞ്ഞാൽ പുള്ളിയുടെ വേർഡിങ്സിൽ മോഡറേഷൻ ഇൻ എവറിത്തിങ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ്. ഡയറ്റ് റെജിമൻ അതിനകത്തെല്ലാം. ഇപ്പോൾ ഒരാളുടെ എക്സസൈസിൻ്റെ ഇമ്പോർട്ടൻസ്, ഫ്രഷ് എയറിൻ്റെ ഇമ്പോർട്ടൻസ്, ഡയറ്റ് കറക്റ്റായിട്ട് ടൈമിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാം, സ്ലീപ്പിൻ്റെ ഇമ്പോർട്ടൻസ്, ഈവൻ പോസ്ചർ, ഹൗ ടു സിറ്റ്, ഹൗ ടു റീഡ്, ചിന്തകൾ, നമ്മൾ ബാഡ് തോട്ട്സ് വരുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അതുകൊണ്ടായിരിക്കും ഹോളിസ്റ്റിക് എന്ന് പറയുന്നത്. അതെ അതെ. അപ്പൊ അവിടെയൊക്കെയാണ് നമ്മൾ തെറ്റുമ്പോഴാണ് ഈ ലൈഫ് സ്റ്റൈലിനോട് ഡിസോർഡർ വരുമ്പോഴാണ് ഡിസീസ് വരുന്നത്. അപ്പോൾ ഈ ഇതിനകത്ത് നേരത്തെ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള മെഡിസിൻസ് കൊടുക്കുന്നതിനോടൊപ്പം ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ആകുമ്പോൾ പേഷ്യൻസിന് നല്ല ബെറ്റർ ആകാനായിട്ട്. നമ്മൾ ഇന്ത്യയിൽ ഇപ്പം ആയുഷ്, ഇപ്പം നമ്മൾ ഇതര മെഡിസിൻസും ആയുർവേദം എല്ലാം ഭയങ്കര നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കിവിടെ ഹോമിയോ എങ്ങനെയാണ് ആൾക്കാർ കാണുന്നത്? ഗവൺമെൻറ് തലത്തിലും അല്ലാതെ കോമൺ പീപ്പിളും എങ്ങനെയാണ് ഹോമിയോ കാണുന്നത്? വളരെ നല്ല റെസ്പോൺസാണ് പേഷ്യൻസിൻ്റെ ഭാഗത്ത് നിന്ന്. അവർ നല്ല റിലീഫുണ്ട്. ദേ ആർ സാറ്റിസ്ഫൈഡ് വിത്ത് ദ ട്രീറ്റ്മെൻറ്റ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പേഷ്യൻ്റ് 10 years, 5 years, 15 years, ഒരു ലോങ് റൺ, ഞാൻ തന്നെ ഇപ്പോൾ പ്രാക്ടീസൊക്കെ ചെയ്തിട്ട് ഒരു 30 years ആയി. ഇപ്പോഴാണ് നമ്മൾ ആ പേഷ്യൻറ്റിൻ്റെ ഫോളോ അപ്പ് മനസ്സിലാക്കുന്നത്. സെയിം ഡിസീസ് കണ്ടീഷനിലെ പേഷ്യൻ്റ് മറ്റ് ചികിത്സാ രീതികൾ എടുത്തിട്ടോ അല്ലെങ്കിൽ അവർക്ക് അത് കൂടി വേഴ്സ് ആകുന്ന സ്ഥലത്ത് 30 years ആയിട്ട് ഇഫ് ഹി ഓർ ഷീ ഈസ് ഇൻഡിപെൻഡൻറ്റ്, ഡു ഓൾ ദ വർക്ക്സ് വിത്തൗട്ട് എനി ഫിനാൻഷ്യൽ, ഇപ്പോൾ ചിലവുകൾ വളരെ കുറവ്, then it's a great thing, no?
അപ്പോൾ അത് അങ്ങനെ ആ പേഷ്യൻ്റ് അത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്പർ ഓഫ് കേസസ് കൂടുന്നുണ്ട്. ക്രിട്ടിക്സ് എന്താണ് കൂടുതലായിട്ട് അവർ ഉന്നയിക്കുന്നത്? സയന്റിഫിക് ട്രൂത്ത് ഇല്ലെന്നാണോ? സയന്റിഫിക് അതെ, അതിപ്പോ ക്രിട്ടിക്സ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കാണുന്ന ഒരു സ്യൂഡോ സയൻസ് ആണെന്ന് പറയുന്നു, പ്ലാസിബോ എഫക്റ്റ് ആണ്, സൈഡ് എഫക്റ്റ് നോ റൈറ്റ് എഫക്റ്റ്, അതുകൊണ്ടാണ് സൈഡ് എഫക്റ്റ് വരാത്തത്. അതിനകത്ത് ഒരു കാര്യം ചിന്തിക്കേണ്ടുന്നത്, ഇപ്പോൾ വേൾഡ് വൈഡിൽ ഹോമിയോ സെക്കൻഡ് സിസ്റ്റമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് സിസ്റ്റം വേൾഡ് വൈഡ് ആകണമെങ്കിൽ ഇത്രയും പേഷ്യൻസ് ഇതിനെ ഫോളോ ചെയ്യുന്നു. രണ്ടാമത് മനസ്സിലാക്കുക, സൈഡ് ഇഫക്റ്റ് കുറവാണ്. ദാറ്റ് മീൻസ് ഒരു അസുഖം മറ്റൊരു അസുഖത്തെ ഉണ്ടാക്കുന്നില്ല. ദെൻ ഇറ്റ്സ് കോസ്റ്റ് ഇഫക്റ്റീവ്. അപ്പോൾ ഇതിന് അതുകൊണ്ടാണോ ആൾക്കാർക്ക് ഇഷ്ടമല്ലാത്തതും? ആൾക്കാർക്ക് ഭയങ്കര ഭീകരമായി ഓരോന്ന് അവതരിപ്പിക്കുന്നതാണല്ലോ ഇഷ്ടം, അതുകൊണ്ടാണോ? അല്ല, ആൾക്കാർക്ക് ഇഷ്ടമല്ല എന്ന് പറയാൻ പറ്റില്ല. ആൾക്കാർ പലതരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ അപ്പൊ നേരത്തെ മുന്നേ പറഞ്ഞിരുന്നത് പ്ലാസിബോ ഇഫക്റ്റ് ആണെന്നാണ്, പിന്നെ പറയുന്നത് സ്യൂഡോ സയൻസ്. അപ്പൊ ഓരോ പ്രാവശ്യവും ഓരോ കാര്യങ്ങൾ കൊണ്ടുവന്ന് പറയും. പ്ലാസിബോ ഇഫക്റ്റിന് ഒരു ഇത് പറഞ്ഞാൽ എല്ലാം മുട്ടായി ഗുളിക, മധുരമുള്ള ഗുളികയല്ല. ദാറ്റ്സ് ഓൺലി എ മീഡിയ. നമ്മൾ മെഡിസിൻസ് ഈ മീഡിയയിലാണ് ആഡ് ചെയ്യുന്നത്. എല്ലാ ഗ്ലോബ്യൂൾസ് സെയിമിലിരിക്കും. Sugar of milk, that's taken from milk sugar. Same appearance, but nearly 1,000 medicines are there in homeopathy. We are adding the medicines on it. അപ്പോൾ നമ്മൾ അതിനകത്ത് ഒഴിച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ മെഡിസിൻസ് ആർ ഡിഫറെൻറ്റ്, ബട്ട് ഇൻ അപ്പിയറൻസ് ഇറ്റ് സീംസ് ടു ബി സിമിലർ. പിന്നെ ഒരു കാര്യം പറയുന്നതാണ്, ഇത് സ്യൂഡോ സയൻസ് ആണ്. എന്താ സ്യൂഡോ സയൻസ് എന്ന് പറയാൻ? ഒരു ശാസ്ത്രത്തിന് 4 കാര്യങ്ങൾ ഒരു ശാസ്ത്രം അതിൽ കോഴ്സിൽ ഫോളോ ചെയ്യണം. ഒരു കാര്യം സത്യമാണെങ്കിൽ ആ സത്യം വീണ്ടും വീണ്ടും നമ്മൾ പ്രൂവ് ചെയ്യുമ്പോൾ അത് സത്യമാണെന്ന് കണ്ടെത്തണം. എക്സ്പീരിയൻസിലൂടെ അത് വീണ്ടും ശരിയാകണമെന്ന് മനസ്സിലാക്കണം. ആ സത്യം പിന്നെ ഒരിക്കലും മാറാൻ പാടില്ല. പക്ഷെ ഇത് സയൻസിന്റെ ബേസിക് ആയിട്ടുള്ള 4 ക്വാളിറ്റീസും ഫുൾഫിൽ ചെയ്ത് ഇന്നും സത്യമെന്ന് തെളിയിക്കുന്നതാണ് ഹോമിയോപ്പതി ശാസ്ത്രം. ഇപ്പോൾ ഡോക്ടർ സാമുവൽ ഹനിമാൻ പ്രൂവ് ചെയ്ത മെഡിസിൻസ് തന്നെ ഇന്ന് CCRH, ദാറ്റ് മീൻസ് സെൻട്രൽ കൗൺസിൽ ഓഫ് റിസർച്ച് ഇൻ ഹോമിയോപ്പതി, റീപ്രൂവ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു 200 വർഷങ്ങൾക്ക് മുൻപ് കണ്ടെത്തിയ അതേ സിംറ്റംസ് ഇന്നും കിട്ടുകയാണ്. നോ ചേഞ്ച് ഇൻ ദാറ്റ്. അപ്പോൾ അതുകൊണ്ട് അത് പ്രകൃതി തത്വങ്ങൾക്ക് അധിഷ്ഠിതം. ആ പ്രകൃതി തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും സത്യമായതാണ്. ഗ്രാവിറ്റിയുടെ ലോ, അതിനൊരു മാറ്റമില്ല. അപ്പോൾ ആ സയൻസിന്റെ എല്ലാ കാര്യവും ഫുൾഫിൽ ചെയ്ത് അത് സത്യമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ സത്യത്തെ ഇനി വീണ്ടും എങ്ങനെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ചെയ്യുന്ന ധാരാളം ക്ലിനിക്കൽ സ്റ്റഡീസ് വരുന്നുണ്ട്. മാഡം ഇപ്പോൾ നേരത്തെ ചോദിച്ചല്ലോ അലർജിയുടെ മരുന്ന്. അപ്പോൾ അലർജിയുടെ മെഡിസിൻസിന് ഇത്ര മെഡിസിൻസ് എഫക്റ്റീവ്, ഞാൻ ഈ പറഞ്ഞ പോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള മരുന്നുകൾ എഫക്റ്റീവ്. ഇതെല്ലാം ക്ലിനിക്കൽ സ്റ്റഡീസിലൂടെ വീണ്ടും വീണ്ടും തെളിയിച്ച് ഹോമിയോപ്പതി ഇഫക്റ്റീവ് ആണെന്ന് വരുന്നു. അപ്പൊ ഇവിടെ വരുന്ന മരുന്നുകൾ ഏതൊക്കെയാണ് 200 വർഷങ്ങൾക്ക് മുന്നേ അന്നും ഇഫക്റ്റീവ്? ഇതെല്ലാം പ്ലാന്റ് മെഡിസിൻ ആണോ? പ്ലാന്റിൽ നിന്നാണ്? ആനിമൽ ഉണ്ട്, അതർ സോഴ്സസ്, മിനറൽ സോഴ്സസ് ഉണ്ട്, സോ എല്ലാം ഉണ്ട്. അപ്പൊ അതിനകത്ത് ഉണ്ടാക്കുന്നതല്ല, ഇതിൽ നിന്നൊക്കെയാണ് സോഴ്സസ് എടുക്കുന്നത്. ഈ മെഡിസിനൽ പ്ലാന്റ്സിന് ഡോസസ് വെരി മൈന്യൂട്ട്. അതാണ് ഇതിനകത്തുള്ള ബേസിക്. ഇതിന്റെ ബേസിക് എന്ന് വെച്ചാൽ നമുക്ക് കോമൺ പീപ്പിളിന് മനസ്സിലാക്കുന്ന രീതിയിൽ ഇപ്പൊ അലോപ്പതി മെഡിസിൻസ് എടുക്കുന്നത് അവർ ആർട്ടിഫിഷ്യലി കെമിക്കൽസ് കൊണ്ട് ഉണ്ടാക്കുന്നു. ഇത് പ്ലാന്റിൽ നിന്ന് അതേ കെമിക്കൽസ് അവരിൽ മെഡിസിൻ ഉണ്ട്. ഓൺലി തിങ് ഇസ് ദ ഡോസ്. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഒരു ആർണോൾഡ് ഷുട്ട്സ് ലോ, അതായത് സ്മോൾ ഡോസ് സ്റ്റിമുലേറ്റ്, മീഡിയം ഡോസ് കുറച്ചും കൂടെ അതിന് ആക്ഷൻ കിട്ടും. സ്റ്റിമുലേറ്റ് ചെയ്യുന്ന എന്താ? നമ്മുടെ ശരീരത്തിനുള്ള പ്രതിരോധ ശേഷിയെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുക, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക, സ്വയം തന്നെ ആ രോഗത്തെ അതിജീവിക്കുക. അതാണ് മെയിൻ ഇതിന്റെ ആക്ഷൻ. പക്ഷെ നമുക്ക് മറ്റത് നോക്കുമ്പോൾ ഇമ്മീഡിയറ്റ് എഫക്ട് കിട്ടാനാണ് ആൾക്കാർ ഓടുന്നത്. അതെ, നമ്മളൊരു ഇമ്മീഡിയറ്റ് ഇഫക്റ്റ്. ഇപ്പൊ ചില മാഡം ചോദിച്ചു കുറച്ച് താമസമാണ് ഹോമിയോ ചികിത്സ കഴിച്ചാലെന്ന്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉള്ള ഒരു പേഷ്യന്റ്, മുട്ട് തേയ്മാനം, നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടല്ലോ, അവരുടെ മുട്ടൊന്ന് തേഞ്ഞ് മുട്ട് വളഞ്ഞ് നീരും ഒക്കെ ആയിട്ടിരിക്കും. ഇറ്റ് ടേക്സ് എ ലോങ് ടൈം ഫോർ ഡെവലപ്മെന്റ് ഓഫ് ദിസ്. അപ്പോൾ അതിൽ നമ്മളൊരു പേഷ്യന്റിന് ഒരു മെഡിസിൻ കൊടുത്താൽ ഒരു വിത്തിൻ 4 or 5 days നമുക്ക് അവരുടെ മുട്ടിലെ വേദന ഇതൊക്കെ മാറ്റാൻ പറ്റുമോ? ഇറ്റ് ടേക്സ് ടൈം. അതെന്താ, ഇനി സ്കിൻ കണ്ടീഷൻസ്, ഒരു ഡിസ്കളറേഷൻ ഒക്കെ വന്നു, അപ്പോൾ ഉള്ളിലുള്ള മെഡിസിൻ കൊടുത്ത് അത് ചേഞ്ച് വരാൻ ഇറ്റ് ടേക്സ് ടൈം. കാരണം ഒരു നാച്ചുറൽ വേ പ്രൊമോട്ട് ചെയ്താണ് ഇത് കൊണ്ടുപോകുന്നത്. അപ്പോൾ പിന്നെ ഡോസ് വളരെ കുറവായത് കാരണം ഇതിനകത്ത് സൈഡ് ഇഫക്ട്സും ഇല്ല. ഇതിന്റെ മറ്റ് ചികിത്സാ രീതികളുണ്ടോ ഇതിനകത്ത്? ഏതൊക്കെ രീതിയിലാണ് ഇത്? അപ്പൊ നമ്മളിപ്പോ മെഡിസിൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന പറയാം പല ഫോംസിൽ. മാഡം കണ്ടിട്ടുണ്ടായിരിക്കും, സാധാരണ ഉള്ള മധുര ഗുളിക, പൗഡർ ഫോം, ഷുഗർ ഓഫ് മിൽക്ക് ഷുഗർ വരും. പിന്നെ ഇതിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള ഡിസ്കറ്റ് ഫോംസ് ഉണ്ട്, നമ്മൾ ടാബ്ലറ്റ് ഫോംസ് ഉണ്ട്, കോൺ ഫോംസ് എന്ന് പറയും,
ഡ്രോപ്സ് ഉണ്ട്. ആ ഡ്രോപ്സ് ഇപ്പോൾ ഇതിനകത്തൊരു ആൽക്കഹോൾ ഡൈല്യൂട്ട് ആൽക്കഹോളാണ്. ഇപ്പോൾ വളരെ അതിൻ്റെ പെർസെൻറ്റേജ് കുറഞ്ഞതിലാണ് പ്രിസർവേറ്റീവായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ടിഞ്ചേഴ്സ് ഉണ്ട്. അതിപ്പോൾ പറയുന്നത് നേരത്തെ ചില അക്യൂട്ടായിട്ടുള്ള എമർജൻസി വന്നു, ചില കുറച്ച് ലിമിറ്റേഷൻസ് ഹോമിയോപ്പതിക്കുണ്ട്. ഒരു ലൈഫ് സേവിങ് കണ്ടീഷൻ വന്നു, ഒരു ഹൈലി സർജിക്കൽ ആയിട്ടുള്ള കേസ്, അവിടെ ഒന്നും ഹോമിയോ കൊണ്ട് ചെയ്യാമെന്ന് നമുക്ക് ഇല്ല. ഇപ്പൊ എല്ലാ സിസ്റ്റത്തിനും ഹോമിയോ നമ്മുടെ ആ ജീവിത ശൈലിയുമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടുന്ന ഒരു അതിന്റെ ഒരു മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഗ്ലോബ്യൂൾസ്, മിൽക്ക് ഷുഗർ, ടിഞ്ചർ ഫോം, ദെൻ ഡ്രോപ്സ് ആയിട്ട്, പിന്നെ ചില ഇപ്പൊ ടോണിക്സ് ആയിട്ടുള്ളതുണ്ട്. അപ്പൊ ടോണിക് ഇഫക്റ്റ് ഉള്ള മെഡിസിൻസ് ഉണ്ട്. ഇപ്പൊ ചില വീക്കൺ സ്റ്റേറ്റിൽ ചിലപ്പോൾ അങ്ങനത്തെ കൊടുക്കും. പിന്നെ ഈ തെറാപ്പീസിൽ മസാജ് തെറാപ്പി പറയുന്നുണ്ട്. പേഷ്യന്റിന് ഓയിൽ മസാജ് ചെയ്യാം, എക്സ്റ്റേണൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്, ഓയിൻമെന്റ്സ് ഒക്കെ ആവശ്യമായ സമയത്ത് ഓയിൽസ് യൂസ് ചെയ്യാം. ഇതെല്ലാം അതിൻ്റെ വേരിയസ് മെഷേഴ്സ് ആണ്. പിന്നെ അതിനോടൊപ്പം ഫിസിയോതെറാപ്യൂട്ടിക് മെഷേഴ്സ് എല്ലാം അഡോപ്റ്റ് ചെയ്യാം. ഇത് അന്ന് തന്നെ ഒരു 200 വർഷങ്ങൾക്ക് മുമ്പേ ഹോമിയോപ്പതിയുടെ ബൈബിൾ എന്ന് പറയുന്ന ഓർഗനോൺ ഓഫ് മെഡിസിൻ എന്ന ടെക്സ്റ്റ് എഴുതിയപ്പോൾ അതിനകത്ത് തന്നെ ഡോക്ടർ സാമുവൽ ലെനൻ ഇത് മെൻഷൻ ചെയ്തിരിക്കുന്നു. അപ്പൊ മാഡം ഒന്ന് ആലോചിച്ച് നോക്കണേ, 200 വർഷങ്ങൾക്ക് മുന്നെയാണ്. അവിടെ ഈ ചെറിയ ഇലക്ട്രിക് സ്റ്റിമുലേഷൻ പാരലൈസ്ഡ് സ്റ്റേറ്റിന് കൊടുക്കാം, ആ പേഷ്യന്റിനെ പ്രൊവോക്ക് ചെയ്യാൻ. അപ്പൊ ഇതിലൊന്നും എതിരല്ല. ഡെഫിഷ്യൻസി സ്റ്റേറ്റ് ഉള്ളത് നമ്മൾ കറക്റ്റ് ചെയ്യാം. ഇനി ഒരു പോയിന്റ് ഇവിടെ നമ്മുടെ ഇതിൽ വെയിറ്റബിൾ സ്കോപ്പ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിനും ഇപ്പൊ വളരെ എഫക്റ്റീവ് ആണ്. ആൻസൈറ്റി, ഡിപ്രഷൻ. അപ്പൊ തന്നെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ റിസർച്ച് ഇൻ ഹോമിയോപ്പതി കോട്ടയം ഉണ്ട്. വളരെ എഫക്റ്റീവായിട്ട് മെന്റൽ ഇഷ്യൂസ് ഹോമിയോപ്പതിക്കലി മാനേജ് ചെയ്യുകയാണ്. അപ്പൊ അത് ആ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് അത് അക്യൂട്ട് സ്റ്റേറ്റ് ആണോ, ആ പേഷ്യന്റ് ഇരിക്കുന്ന ആ സമയത്ത് ഏതൊക്കെ മരുന്നുകളാണ് ആവശ്യം, പിന്നെ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ ആവശ്യമാണോ എങ്കിൽ അതിനോടൊപ്പം മരുന്നുകൾ അങ്ങനെ. അപ്പൊ അതും ഇപ്പോൾ അത് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു സ്കോപ്പാണ്, ഒരു ഹോമിയോ ഫീൽഡിന്റെ ഒരു ശ്രേഷ്ഠതയാണ്. ഇനി അടുത്ത ഈ അൾസേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ ഈ മൗത്ത് അൾസേഴ്സും അതുപോലെ നാവ് പൊട്ടുന്നതും അത് എപ്പോഴും ആൾക്കാർ അലട്ടുന്നുണ്ട്. അതിന് മെഡിസിൻസ് ഉണ്ട്. രണ്ടൊന്ന് ബി കോംപ്ലക്സ് ഡെഫിഷ്യൻസീസ് ഉണ്ടാകാം. ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുക. ഇനി മറ്റൊന്ന്, ഒരാൾക്ക് റിക്കറിങ് ആയിട്ട് വരികയാണ്. ഇപ്പോൾ നല്ലപോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കുന്നു, ബി കോംപ്ലക്സ് സപ്ലിമെന്റ് എടുക്കുന്നു, ബട്ട് ഇറ്റ്സ് റിക്കറിങ് അഗെയിൻ ആൻഡ് അഗെയിൻ. അങ്ങനെ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെന്റ്, ആ ട്രീറ്റ്മെന്റ് ആണ് അത്. ഒന്ന് വിശദീകരിക്കാം മാഡം. ട്രീറ്റ്മെന്റ് ഒരു അക്യൂട്ട് സ്റ്റേറ്റ്, ഒരു ഫീവർ ഉണ്ട് എനിക്ക്, അല്ലെങ്കിൽ വോമിറ്റിങ്, അല്ലെങ്കിൽ ഡയറിയ, ഞാനൊരു എൻ്റെ വൈറ്റാലിറ്റി, എൻ്റെ ജീവശക്തി പെട്ടെന്നൊരു അസുഖം ബാധിച്ച് ഞാൻ വീക്കണായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ കൊടുക്കുന്നത് സ്പീഡി ആക്ഷനും ഉള്ള ഷോർട്ട് ആക്ടിങ് മെഡിസിൻസ് ആണ്. ആ മെഡിസിൻസിൻ്റെ ആക്ഷൻ വളരെ കാലം നിൽക്കില്ല, ഓൺലി ഫോർ 2 or 3 days. അപ്പോൾ അത് ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ആ ഫീവർ കവർ ചെയ്യുക. പിന്നെ കഫാണ്, അപ്പോൾ എന്ത് ചെയ്യും, കുറച്ച് പേഷ്യൻ്റ് ഒരു എക്സ്പെക്ടൻ്റ് ആയിട്ടുള്ള റെമഡീസ്. കഫ് ഓക്കെ, ആസ്മാറ്റിക് ആണ്, കളക്ഷൻ ഉണ്ട്, ഇളകി പോകണമല്ലോ കളക്ഷൻ. അപ്പോൾ അങ്ങനെയുള്ള വേ ഓഫ്, ഇപ്പോൾ ഷോർട്ട് ആക്ടിങ് മെഡിസിൻസ്, ഡ്രെയിനേജ് റെമഡീസ്, അങ്ങനെയൊക്കെ പല രീതിയിൽ നമുക്കതിനെ പറയാം. രണ്ടാമത് വരുന്നത് ഈ പേഷ്യൻ്റ് ഇനി റിക്കർ ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, റിക്കറിങ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, അവർക്ക് ഇങ്ങനെ റിക്കർ ചെയ്ത് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെന്റിലോട്ട് പോകും, അല്ലെങ്കിൽ ഇൻഡിവിജ്വലൈസ്ഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയാം. പിന്നെ ഇന്ന് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അതിനെ പേഴ്സണലൈസ്ഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയും. അതിൻ്റെ ഉദ്ദേശം ആ പേഷ്യനെ വ്യക്തമായിട്ട് മനസ്സിലാക്കി അവരുടെ ശാരീരികത്തോടൊപ്പം അവരുടെ മാനസികമായിട്ടുള്ള മാറ്റങ്ങൾ, അവർക്ക് ആ മാനസിക മാറ്റങ്ങളിലുള്ള അവരുടെ പ്രതികരണ രീതികൾ എല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഒരു മെഡിസിൻ കൊടുക്കുക. അതാണ് ഈ ഫോളോ അപ്പ് ആയിട്ട് ലോങ് ടേം ഞങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത്. അവിടെയും ഡോസ് വളരെ കുറവാണ്. ഈ ഒബേസിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾക്ക് ഹോമിയോ എങ്ങനെയാണ്? റെജിമൻ ആൻഡ് ഡയറ്റ് കറക്റ്റ് ചെയ്യുക ഫസ്റ്റ്. പിന്നെ നമുക്കൊരു ഒബേസിറ്റിയെ മെഡിസിൻ കൊടുത്ത് കറക്റ്റ് ചെയ്യാൻ പറ്റും എന്ന് അങ്ങനെ നമുക്കൊരു മെറ്റബോളിസം ഒക്കെ ഒന്ന് നോർമലൈസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും പേഷ്യന്റ് ഡയറ്റ് ആൻഡ് റെജിമൻ കറക്റ്റ് ചെയ്യുന്നതിനോടൊപ്പം ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻസ് കൊടുക്കാം. അപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള മാതിരി എല്ലാ ഭക്ഷണവും കഴിക്കും. ഒരു റെഗുലർ മീൽസ് ആണ്. മെറ്റബോളിക് സിൻഡ്രോം, മെറ്റബോളിസം ശരിയാക്കാൻ റെഗുലേറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടോ? അത് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മാനേജ്മെന്റ് ചെയ്യുമ്പോൾ വരും. ഞാൻ പറഞ്ഞല്ലോ, പ്രതിരോധ ശേഷി കൂടും, അല്ലെങ്കിൽ രോഗത്തെ അതിജീവിക്കാനുള്ള ശേഷി ആ വ്യക്തിയിൽ വർദ്ധിപ്പിക്കുകയാണല്ലോ ഇതിനുള്ള പ്രധാന കാര്യം. അപ്പൊ അത് വരുമ്പോൾ അതുണ്ടാകാം.
പിന്നെ ഈ ഗൈനക് പ്രശ്നങ്ങളുണ്ടല്ലോ, കുറച്ച് സ്ത്രീകൾക്കുണ്ടാവുന്ന ഇപ്പം മെൻസ്ട്രൽ ടൈമിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, സ്ട്രെസ്, അപ്പോഴത്തെ ക്രാംസ്, അതിനൊക്കെ സ്റ്റാർട്ടിങ് ഒരു പ്യൂബർട്ടി തുടങ്ങുന്നത് തൊട്ട് പറയാം. ആദ്യം ഡിസ്മെനോറിയ ഉണ്ട്. അപ്പോൾ ഡിസ്മെനോറിയക്ക് നല്ല മെഡിസിൻസ് ഉണ്ട്. ഞങ്ങളുടെ ഗവൺമെൻറ് ഹോമിയോ മെഡിക്കൽ കോളേജിൽ തന്നെ ഗൈനക്കോളജിയുടെ ഒരു വിങ് ഉണ്ട്, വളരെ നന്നായിട്ടും ഫങ്ഷനിങ് ചെയ്യുന്നതാണ്. പിന്നെ വരുന്ന കോമൺ കണ്ടീഷനാണ് PCOD, PC, ആ ചേഞ്ചസ്. അവിടെയൊക്കെ ഇഷ്ടംമാതിരി കേസസ് മെൻസസ് റെഗുലേറ്റ് ചെയ്ത് ഇവിടെയൊക്കെ പേഷ്യൻ്റെ ഡയറ്ററി ഷെഡ്യൂൾ സ്ട്രിക്റ്റ് ചെയ്യും, ഏത് കണ്ടീഷനായാലും. പിന്നെ അടുത്ത് വരുന്ന ഒരു ഗ്രേറ്റർ സ്കോപ്പാണ് ഇൻഫെർട്ടിലിറ്റി. അപ്പോൾ അത് മാഡവും പത്രമാധ്യമങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ധാരാളം കേസസ് സക്സസ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പം ഈ ഏർലി പ്യൂബർട്ടി ആണല്ലോ ഇപ്പം ഒത്തിരി നമ്മൾ കണ്ടുവരുന്നത്, ജീവിതശൈലി രോഗങ്ങളുടെ അനുഭവം. അപ്പോൾ അതിനെ നമുക്ക് പ്രതിരോധിക്കാനായിട്ട് എന്തെങ്കിലും ഹോമിയോ ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണോ? അങ്ങനെ എനിക്ക് പറയാനായിട്ട് ആക്ച്വലി അറിയില്ല. അവിടെ ഒരു ജീവിതശൈലി കുട്ടി വളർന്നു വരുമ്പോഴേ കാണുമെന്നേ പറയാൻ പറ്റൂ. ഇപ്പോൾ ഒരു 11 years ആയ കുട്ടി അല്ലെങ്കിൽ ഇപ്പോൾ മെച്യൂർ ആകും, അതിനെ കുറച്ചുകൂടെ ഡിലേ ചെയ്യിക്കാൻ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു സ്കോപ്പും ഞാൻ കണ്ടിട്ടില്ല. അത് മാഡം ചോദിച്ചപ്പോഴാണ് അതിനെപ്പറ്റി ശരിക്കും ഒരു ചിന്തയിൽ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു പാരന്റ് ചോദിച്ചാൽ നമ്മൾ ഈ ഡയറ്ററി ഷെഡ്യൂൾ കറക്റ്റ് ചെയ്യാനേ പറയും. എക്സസൈസ് ഇല്ലാത്ത കുട്ടികൾക്ക് കളിയില്ല, ഓട്ടമില്ല, ചാട്ടമില്ല, ഫുൾ. അപ്പം അത് പിന്നെ അത് മാത്രമല്ല, അവരുടെ മെൻ്റൽ സ്ട്രെസ്സ്, ഒരു ഓവർ സ്ട്രെസ് അവർക്ക് കൊടുക്കുന്ന രീതി, കുറച്ചുകൂടെ അവർ റിലാക്സ് ചെയ്തിരിക്കാനുള്ള സാഹചര്യങ്ങൾ സ്കൂളിലായാലോ ട്യൂഷൻ സെൻറ്റേഴ്സിലായാലോ വീട്ടിലായാലോ കൊടുക്കുക, അതായിരിക്കും പ്രധാനം. പിന്നെ അടുത്ത വേറൊരു എന്നുവെച്ചാൽ ഇമ്മ്യൂണിറ്റി, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, പിന്നെ പല വെരി ഗ്രേറ്റ് സ്കോപ്പുള്ളൊരു മേഖലയാണ് ഓട്ടോ ഇമ്മ്യൂൺ. അതിനകത്ത് ഈ ധാരാളം കണ്ടീഷൻസ് വരുന്നുണ്ട്. അതിലൊരു എക്സാമ്പിൾ തന്നെ ഞാൻ പറയാം. ഞാൻ എൻ്റെ തന്നെ OP-യിൽ ഞാൻ PG ചെയ്യുന്ന സമയം തൊട്ട് വരുന്ന ഒരു പേഷ്യൻ്റാണ്, ഇപ്പോഴും വരുന്നുണ്ട്. റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോസിറ്റീവ് കേസാണ്. ചെറിയൊരു ഡിഫോമിറ്റി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവരവിടെ വന്നു, അതിൽ നിന്ന് മെഡിസിൻ കഴിച്ചു, ഫോളോ അപ്പിൽ പോവുകയാണ്. ഇപ്പോൾ ആ അമ്മയ്ക്ക് ഒരു 75 years ആണ്. അപ്പോൾ ഇപ്പോൾ ജെറിയാട്രിക് OP-യിലാണ് വരുന്നത്. അപ്പോൾ ഒരു 2 years ബാക്ക്, അപ്പോൾ ഷീസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് നൗ. കൃത്യമായിട്ടും മെഡിസിൻ കഴിക്കാൻ എടുത്തോണ്ടേ ഇരിക്കുന്നു. അപ്പോൾ 2 വർഷം മുന്നേ ആ അമ്മ വന്ന് എന്നോട് ചോദിച്ച സംഗതി, ഇപ്പം എനിക്ക് ബോറടിക്കുന്ന കാർ ഷെഡിലെ സ്പേസ് ഒഴിഞ്ഞു കിടക്കുകയാണ്, ഞാൻ അവിടെ ഒരു കട നടത്തിക്കോട്ടെ എന്ന്. ദാറ്റ് മീൻസ് എന്താണ്, മിൽമയുടെ പാലിൻ്റെ സോക്കറ്റ്സ്, പിന്നെ ബാക്കി മാലകളൊക്കെ കൊണ്ടിടുമല്ലോ. അപ്പോൾ ഇവർക്ക് അപ്പോൾ ഞാൻ ചോദിച്ചു അതിന് പറ്റുമോ? പിന്നെ ഡോക്ടറെ മരുന്നല്ലേ കഴിക്കുന്നത്, അതെനിക്ക് ഐ എം ഏബിൾ ടു ഡു ഇറ്റ്. വളരെ സന്തോഷം തോന്നിയൊരു മുഹൂർത്തമാണ്. അതെ, ഒരു ബിസിനസ് ഒരു 75 വയസ്സിൽ ഒരു അമ്മ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ എല്ലാ പ്രാവശ്യവും വരും, ഞാൻ ചോദിക്കും, വരും, സ്റ്റൂളിട്ടിരിക്കും, എനിക്ക് സമയമുള്ള ഉച്ച സമയം കിടക്കും, രാവിലെയും വൈകിട്ടും തുറക്കും, ആൾക്കാർ വരും, ഞാൻ സംസാരിക്കും, കുറച്ച് കാശ് കിട്ടും, പക്ഷെ എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നു, ഞാൻ ഈ വയസ്സായ സമയത്തും ഏൺ ചെയ്യുന്നു എന്നുള്ളത്, അതാണ് ആ ഒരു, അപ്പം അതൊരു ഹോമിയോപ്പതിയുടെ ഒരു സ്കോപ്പും ഒരു ബ്യൂട്ടിയുമാണ്. അതൊരു ഓട്ടോ ഇമ്മ്യൂൺ നേച്ചറിലെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഈ സ്കിൻ ഡിസീസസ്, അതുപോലെ ഈ നല്ല സ്കോപ്പാണ്. അത് ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഒരു ഡെർമറ്റോളജി OP തന്നെ ഉണ്ട്. നല്ല ഇഷ്ടമാതിരി കേസസ് അവിടെ ഉണ്ട്. അവിടെ പാച്ചി, ലോസ് ഓഫ് ഹെയർ, ഡാൻഡ്രഫ്, then eczema, various type of psoriasis cases, various type of vesiculobullous lesions, വെള്ളം നിറഞ്ഞ കുമിളകളായിട്ട് ധാരാളം വരുന്നത്, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുരുകൾ വരുന്നത്, അതാണ് വെള്ളം നിറഞ്ഞു വരുന്നത്. അതെന്താണ് അലർജിക്കായിട്ട് വരുന്നത് കണ്ടുവരുന്നുണ്ട്. അലർജിക്കാകാം, അല്ലെങ്കിൽ സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻസ് കൊണ്ടാകാം. മിക്കവാറും കൊച്ചു കുട്ടികളിൽ വരുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിരിക്കും. അപ്പം അതിന് റെഗുലർ മെഡിസിൻസ് ഉണ്ട്. പിന്നെ പ്രൊവൈഡഡ് ഇവിടെ ഏത് മെഡിസിൻ ഏത് കണ്ടീഷൻ എടുത്തിരുന്നാലും ഒരു ഹോമിയോ ഡോക്ടർ അത് ഫുൾ ഡിസീസ് അസസ് ചെയ്യുന്നു, ഡയഗ്നോസ് ചെയ്യുന്ന ഒരു മാർഗങ്ങളും കൂടെ ഒന്ന് പറഞ്ഞു തരാം. അതാ ഒരു കേസ് എടുക്കുന്നു, അതിൽ കറക്റ്റായിട്ട് അത് ഡയഗ്നോസ് ചെയ്യുന്നു, ആ വ്യക്തിയെ അപഗ്രഥിച്ച് മരുന്ന് സെലക്ട് ചെയ്യുന്നു, ആ മരുന്ന് ആ കണ്ടീഷന് സ്യൂട്ടായത് കൊടുക്കുന്നു. അതാ ഞാൻ പറഞ്ഞ നേരത്തെ ഷോർട്ട് ആക്ടിങ് ആൻഡ് ഇമ്മീഡിയറ്റ് ആക്ഷൻ ഉള്ളിടത്ത് അതും, കോൺസ്റ്റിറ്റ്യൂഷണൽ ആവശ്യമുള്ളിടത്ത് അതും. അതൊരു ഡിസൈഡിങ് ഹോമിയോപ്പതാണ് നിശ്ചയിക്കുന്നത്. അങ്ങനെ ആ ട്രീറ്റ്മെന്റ് ഫോളോ അപ്പിൽ പോകും. പക്ഷേ ഏത് ഡിസീസ് കണ്ടീഷനും അതിൻ്റെതായ ആക്സസറി മാനേജ്മെന്റ് എന്ന് പറയും, അത് ആവശ്യമുണ്ടോ അത് കൃത്യമായിട്ടും ഹോമിയോ ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ, ടോൺസിലൈറ്റിസ് വി അഡ്വൈസ് സലൈൻ ഗാർഗ്ലിംഗ്. ഹെപ്പറ്റൈറ്റിസ് ഓരോ ലിവർ ഉണ്ട്,
വേറെ പ്രശ്നങ്ങളില്ല, പേഷ്യൻ്റ് ഇൻപുട്ട് കൂട്ടാമെങ്കിൽ വെള്ളം കൂടുതൽ കുടിക്കാൻ പറയും. പ്ലസ് മോണിറ്ററിങ് ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഒരു CKD, അത് ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ളൊരു പേഷ്യൻ്റ്, രണ്ടും മോണിറ്റർ ചെയ്യുന്നു, റീനൽ ഫങ്ഷൻ ടെസ്റ്റ് അസസ് ചെയ്യുന്നു. ഇങ്ങനെ മാത്രമേ നാം ചികിത്സിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു വൈദ്യശാസ്ത്രം ഒരു വ്യക്തിയെ ട്രീറ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ടുന്ന എല്ലാ പ്രോട്ടോകോൾസും കൃത്യമായി പാലിച്ചുകൊണ്ടാണ് ചികിത്സ നടത്തുന്നത്. ഒരു ലേമൻ പെർസ്പെക്റ്റീവ് എന്ന് ചോദിക്കട്ടെ, കാരണം നമ്മളെപ്പോഴും ഈ എക്സ്റേ എടുക്കുന്ന ബ്ലഡ് ടെസ്റ്റ് എല്ലാം നമ്മൾ ഇംഗ്ലീഷ് മെഡിസിനിലാണ് കാണുന്നത്. അപ്പം ഐ മീൻ ഇതിലും അങ്ങനെ തന്നെയാണോ? ഡ്യൂട്ടി ഓഫ് എ ഫിസിഷ്യൻ ഇസ് ടു ട്രീറ്റ് ദ ഡിസീസ്. രോഗിയെ ട്രീറ്റ് ചെയ്യുക. ഒരു രോഗിയെ ട്രീറ്റ് ചെയ്യാൻ ഒരു മെഡിസിൻ ചിലപ്പോൾ ഡയഗ്നോസ് ചെയ്യാൻ we need all blood tests, X-ray, these are all diagnostic procedures. അത് ആരുടെയും ഒരു സിസ്റ്റത്തിന്റെയും മാത്രം അവകാശപ്പെട്ടതല്ല. അത് പിന്നെ അങ്ങനെ ചെയ്താലല്ലേ അറിയൂ വെദർ ഇറ്റ്സ് ട്രീറ്റബിൾ ഇൻ ഹോമിയോപ്പതി അല്ലെങ്കിൽ നമ്മൾ അത് റെഫർ ചെയ്യണോ എന്നുള്ളത്. ഇവിടെ ശരിക്കും ഈ എല്ലാ സിസ്റ്റവുമായിട്ട് കോർത്തിണക്കിക്കൊണ്ട് പരസ്പരം കൈകോർത്തുള്ള ഒരു ചികിത്സാ രീതി മനുഷ്യരാശിക്ക് നൽകുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. ഇപ്പൊ ഈ ഇൻസോമിനിയ ഭയങ്കരമായിട്ട് കാണുന്നുണ്ടല്ലോ, അത് ഉറക്കമില്ലായ്മ, അതിന് ഹോമിയോ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്? ഇപ്പൊ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയാം. ഞാൻ നിൽക്കുന്ന ഡിപ്പാർട്ട്മെന്റിൽ PG സ്റ്റുഡൻസ് ഉണ്ട്. ജെറിയാട്രിക്കിലുള്ള ഇൻസോമിനിയ, അതിനകത്ത് ഒരു സ്ലീപ്പിംഗ് ടാബ്ലറ്റ്സും പിൽസും ഇല്ലാതെ ഹോമിയോ മെഡിസിൻസ് മാത്രം കഴിച്ച് ഒരു വളരെ കറക്റ്റായിട്ട് ചെയ്ത ഒരു തീസിസാണ്. ആ കുട്ടിയുടെ തീസിസ് സെമിനാർസിനൊക്കെ അക്സെപ്റ്റേഷനും എല്ലാം കിട്ടി. അപ്പോൾ അത് എഫക്റ്റീവാണ്. അവരുടെ മിനിമം അനുസരിച്ച് 40 കേസസ് ആണ് ചെയ്തത്. അതിൽ 70% എഫക്റ്റീവ് എന്നാണ് അതിനകത്ത് കണ്ടെത്തിയത്. അതേമാതിരി നേരത്തെ മാഡം ചോദിച്ച ഡിസീസ് കണ്ടീഷൻസ് എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതിലേക്ക് വരാം. ഇത് സ്യൂഡോ സയൻസ് എന്നും പ്ലാസിബോ എന്നൊക്കെ പറയുമ്പോഴും ഇങ്ങനത്തെ സ്റ്റഡീസ് ഇന്നിപ്പോൾ ഒരു ഹയർ ലെവലിൽ ചെയ്ത് അത് എഫക്റ്റീവ് ആണെന്ന് തെളിയിച്ച് വരും. ഡോക്ടറിന് 30 വർഷത്തെ പരിചയമുണ്ട് ഹോമിയോ ട്രീറ്റ്മെന്റിലും ഒത്തിരി കേസസ് കണ്ടു. അപ്പൊ നമ്മുടെ സൊസൈറ്റി എടുത്ത് പറയാനായിട്ട് ഡോക്ടറിന് ഉള്ള മെസ്സേജ് എന്താണ്? അതെ, ഒരു ഹോമിയോപ്പതിയുടെ ബ്യൂട്ടി കാണണമെങ്കിൽ അതിങ്ങനെ ഒരു ലോങ് റണ്ണിൽ ആ ചികിത്സാ ശാസ്ത്രത്തെ അനുഭവിക്കണം. ആ ചികിത്സാശാസ്ത്രം പറയുന്ന രീതിയിലുള്ള എല്ലാ ഡയറ്റ് ആൻഡ് റെജിമിനും അക്സസറി മെഷേഴ്സ് നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോൾ അതൊരു നല്ല ആരോഗ്യമുള്ള തലമുറയെ ദീർഘായുസോടുകൂടെ വളരെ ചെലവില്ലാത്ത രീതിയിൽ നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇപ്പോൾ മാഡം ഇത് ചോദിച്ചുകൊണ്ട് ഞാൻ പല വേദികളിലും എൻ്റെ സ്റ്റുഡൻസിനോടും ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന, എൻ്റെ അമ്മ തന്നെ ഉണ്ട് ഇവിടെ വീട്ടിൽ. ഇപ്പോൾ 88 ഇയേഴ്സാണ് ഓൾഡ്. അപ്പോൾ ഡയബറ്റിക് ആണ്, ഒരു കിഡ്നിയേ ഉള്ളൂ. ഒരു കിഡ്നി റിമൂവ് ചെയ്തിട്ട് 40 ഇയേഴ്സായി. അപ്പോൾ ഈ ഡയബറ്റിക്കിന് ഇൻസുലിൻ എടുക്കുന്നതിന് പോയിട്ട് പിന്നെ ഒരു റെട്രോ പെരിട്ടോണിയൽ സാർക്കോമ എന്ന് പറഞ്ഞൊരു വലിയ ഗ്രോത്ത് ഉണ്ട് വയറിനകത്ത്. ഇത് എടുക്കുന്ന പോയിട്ട് ബാക്കി എല്ലാ കണ്ടീഷൻസിനും ഹോമിയോ വെച്ചാണ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വെറുതെ മധുരമുള്ള ഗുളിക കൊടുത്ത് നമ്മൾ സാധാ തമാശയിൽ പറയുന്ന പോലെ അങ്ങനല്ല. പക്ഷെ കറക്റ്റായിട്ട് ഇപ്പം ഒരു ഇൻഫെക്ഷൻ ഉണ്ടെന്ന് സസ്പെക്ട് ചെയ്താൽ എല്ലാ മെറ്റബോളൈറ്റ്സും ഞാൻ കൃത്യമായിട്ട് നോക്കും. സോഡിയം, പൊട്ടാസ്യം ഇതെല്ലാം കൃത്യമായിട്ട് വയസ്സായിരിക്കുന്നതാണ് മോണിറ്റർ ചെയ്ത് അത് ഹോമിയോ മെഡിസിൻ. അപ്പോൾ അത് ഇത്രയും എഫക്റ്റീവ് ആണെന്ന് നമുക്ക് അനുഭവത്തിൽ വരുമ്പോഴേ മനസ്സിലാവും. അതാണ് പല പേഷ്യൻസും അവിടെ അനുഭവം ഉള്ളവർ വീണ്ടും ഇതിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കാനും ഇതൊരു രണ്ടാമത്തെ നിലയിൽ വേൾഡ് വൈഡ് നിൽക്കുന്ന ഒരു ശാസ്ത്രമായിട്ട്, വൈദ്യശാസ്ത്രമായിട്ട് വളരാനും സാധ്യത. ഒരു ഹോമിയോപ്പതിയുടെ ബ്യൂട്ടി എന്ന് പറയുന്നത് അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന. ഇന്ന് നമ്മൾ കേട്ടത് ഫുൾ ഹോമിയോ ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ചും ഹോമിയോപ്പതി നമുക്ക് സൊസൈറ്റിക്ക് എങ്ങനെ ഈ ജീവിതശൈലി രോഗങ്ങളെയും നമ്മുടെ ഇപ്പോഴത്തെ ഫാസ്റ്റ് പേസിങ് സൊസൈറ്റിയെ എങ്ങനെ ഹോമിയോപ്പതി ഒരു ഹോളിസ്റ്റിക്കലി കാണുന്നു എന്ന് നാം മനസ്സിലാക്കി. അടുത്ത ഒരു എപ്പിസോഡിൽ മറ്റൊരു ആരോഗ്യ വിശേഷവുമായി വീണ്ടും കാണാം. നന്ദി.